हेलो एवरीवन, इट्स मी चंद्രു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസ് 9 ജബ് ഗാന്ധിജി കി ഖടി ചോരി ചലി ഗയി എന്ന പാഠത്തിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. സോ നമ്മളിത് പാർട്ടായിട്ടാണ് ചെയ്തത്. അപ്പോൾ 2 വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. ഇത് 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ജബ് ഗാന്ധിജി കി ഖടി ചോരി ചലി ഗയി എന്ന പാഠം ഒരു ലേഖമാണ്. ഇത് എഴുതിയത് സ്വയം പ്രകാശാണ്. ഈ കാര്യങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ ഇതിനകത്ത് മെയിൻ പോയിന്റിലൂടെ നമുക്കൊന്ന് പോകാം. അതായത് വൈസ്രോയി ലോർഡ് മൗണ്ട് ബാറ്റൺ ഇന്ത്യയിൽ വന്നപ്പം എന്താണ് ഗാന്ധിജീനെ ഒരു ചായ സൽക്കാരത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അപ്പോൾ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതൊരു ലേഖമാണ്, പക്ഷേ ഇതൊരു സ്റ്റോറി പോലെ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ നല്ല ചൂടുള്ള ഗർമിയൊക്കെ ആയതുകൊണ്ട് തന്നെ മൗണ്ട് ബാറ്റൺ ആണെങ്കിൽ റൂമിൽ കൂളറൊക്കെ വെച്ചു. പക്ഷേ ഗാന്ധിജിക്ക് അതുപോലെയുള്ള ആർഭാടങ്ങളോട് ഒട്ടും തന്നെ താല്പര്യമില്ല. ഫൈനലി കൂളർ ഓഫ് ചെയ്യാൻ പറയുന്നു. പിന്നെ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട വാച്ച് മോഷണം പോയി. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ എവിടം വരെ നോക്കി? ഓക്കെ, तो यही कहेगा कि मुझे अपनी वही पुरानी घड़ी चाहिए. അവിടെ വരെയാണ് നമ്മൾ നോക്കിയത്. ബാക്കി നമുക്ക് നോക്കാം. खैर जब नाश्ते की बारी आए तो गांधी फोलेपन से बोले आप लोग लीजिए मैं तो अपना नाश्ता साथ लाया हूँ. ഫുഡ് കഴിക്കേണ്ട സമയമായപ്പോൾ ഗാന്ധിജി വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു, ആപ് ലോഗ് ലീജിയെ, നിങ്ങൾ കഴിച്ചോളൂ, മേ തോ അപ്ന നാശ്ത സാത്ത് ലായാ ഹും, ഞാൻ എൻ്റെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. सोचो कितने लोगों में इतनी हिम्मत होगी कि राजा नाश्ते पर बुलाए और वे कह दे आप लीजिए मैं तो अपना नाश्ता साथ लाया हूँ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ആളുകൾക്ക് ഇതിനുള്ള ധൈര്യം കാണും. അതായത് ഒരു രാജാവ് ഫുഡിന് അല്ലെങ്കിൽ ചായയ്ക്ക് വേണ്ടി വിളിച്ചിട്ട് നമ്മളവിടെ ചെല്ലുന്നു, എന്നിട്ട് പറയുന്നു നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ എൻ്റെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാൻ എത്ര പേർക്ക് ധൈര്യം കാണും. അതായത് ലോർഡ് മൗണ്ട് ബാറ്റൺ ഗാന്ധിജീനെ ഒരു ചായ സൽക്കാരത്തിന് ക്ഷണിക്കുന്നു. പക്ഷേ ഗാന്ധിജി പറയുന്നത് നിങ്ങൾ കഴിച്ചോളൂ, എൻ്റെ ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. തബി ഗാന്ധിജിക്ക് സാത്ത് ഗയി ഉൻകി സഹയോഗിനെ ഖാദി के एक पुराने से थैले में से एक छोटा सा डिब्बा और एक चम्मच निकाल कर गांधी के सामने रख दिया. അപ്പോൾ ഗാന്ധിജിയുടെ കൂടെ ചെന്ന ഒരാളുണ്ടായിരുന്നു, ഒരു സഹയോഗി. അദ്ദേഹം ഖാദിയുടെ ഒരു സഞ്ചിയിൽ നിന്ന് ഒരു ചെറിയ പാത്രവും ഒരു ചെറിയ സ്പൂണും എടുത്ത് ഗാന്ധിജിയുടെ മുന്നിൽ വെച്ചു. ഡിബ്ബെ മേ ബക്രീക്കെ ദൂത് സെ ബന ദഹീദ. അപ്പോൾ ആ പാത്രത്തിൽ ആട്ടുംപാല് കൊണ്ടുണ്ടാക്കിയ ദഹി അല്ലെങ്കിൽ തൈരായിരുന്നു. ഓർ ചമ്മച്ച് ഹാലാക്കി ടൂട്ടാ ഹുവ, അതൊരു സ്പൂൺ ഉണ്ടായിരുന്നു, ആ സ്പൂൺ ഒടിഞ്ഞു പോയതായിരുന്നു. ലേക്കിൻ ഉസ്കെ ടൂട്ടെ ഹത്തേ പർ ലക്കടി കി ഹപ്പച്ചി ദാഗെ സെ ബാന്തി ഗയി തി. അപ്പോൾ ആ പൊട്ടിയ ഒരു കൈപ്പിടിയായിരുന്നു ആ സ്പൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൊട്ടിയോടത്ത് ഒരു ചെറിയ കമ്പ്, ലക്കടിക്ക് ഹപ്പച്ചി എന്നാണ്, അതൊരു ചെറിയ കമ്പ് അല്ലെങ്കിൽ സ്മോൾ സ്റ്റിക്കാണ്, അതൊരു ചരട് കൊണ്ട് അവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, मैं तो अपना नाश्ता साथ लाया हूँ, यहाँ गांधी के स्वभाव की कौन सी विशेषता व्यक्त होती है. അപ്പോൾ നമ്മുടെ ഭാരതത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫുഡ് എന്ന് പറയുന്നത് ഗാന്ധിജി കൊണ്ടുവന്ന ബക്രീക്കെ ദൂത് സെ ബനാ ദഹി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരുടെ ആഹാരമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് അതാണ് ഈസിലി അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത് ആ സമയത്ത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജി അത് മതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആർഭാടത്തോട് താല്പര്യമില്ലായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഞാൻ എൻ്റെ ഫുഡ് കൊണ്ടുവന്നു എന്ന് പറയുന്നു. വൈസ്രോയി ലോർഡ് മൗണ്ട് ബാറ്റൺ और उसकी പത്നി ഗാന്ധിജിക്കോ ദേഖ്തേ രഹ് ഗയി. മൗണ്ട് ബാറ്റണും അദ്ദേഹത്തിൻ്റെ വൈഫും ഗാന്ധിജിനെ നോക്കി നിന്നുപോയി. आज सोचते हैं तो लगता है गांधी जी के इस व्यवहार के पीछे भी कई बातें छिपी हुई थी. അപ്പോൾ ഏകദേശം അവിടത്തോടു കൂടി നമ്മുടെ ആ ഇൻസിഡൻറ്റ് തീരുവാണ്. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഓക്കെ, ഇന്ന് ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട് ഗാന്ധിജിയുടെ ആ ബിഹേവിയറിന് പിന്നിൽ ഒത്തിരി കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. രാജ്നീതി മേ അക്സർ കുച്ച് ബാത്തേം ബഗേർ കഹേ ബി കഹ് ദി ജാത്തി ഹെ. അതായത് പൊളിറ്റിക്സിൽ കുറേ കാര്യങ്ങൾ പറയാതെ തന്നെ പറയേണ്ടി വരും. ഓക്കെ, കാരണം ഗാന്ധിജിയുടെ കുറേ ബിഹേവിയേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ബിഹേവ് ചെയ്തു, അതാണ് ഇനി വരാൻ പോകുന്നത്. റൂം കൂളർ ബന്ദ് കർവാനെ കാ സീതാ മത്ലബ് നേ വൈസ്രോയിക്കോ യേ സന്ദേശ് ദേനാ താ കി. അപ്പോൾ റൂം കൂളർ ഓഫ് ചെയ്യാൻ ഗാന്ധിജി പറഞ്ഞു. അതിൻ്റെ പിന്നിലെ റീസൺ എന്താണെന്നാണ് ഇനി പറയുന്നത്. വൈസ്രോയിക്ക് ഒരു മെസ്സേജ് കൊടുക്കാനായിരുന്നു.
कि ठंडे कमरों में बैठकर हिंदुस्तान पर हुकूमत नहीं की जा सकती എന്താണ് തണുത്ത മുറിയിലിരുന്നു കൊണ്ട് ഭാരതത്തെ ഭരിക്കാൻ പറ്റില്ല हमसे बात करनी है तो बाहर धूप में और खुले मैदान में आओ ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ പുറത്ത് അതായത് ചൂടത്ത് അല്ലെങ്കിൽ ഓപ്പണായിട്ട് മൈതാനത്തിലേക്ക് വരൂ അല്ലെങ്കിൽ എന്താണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു സന്ദേശമാണ് ഗാന്ധിജി ഇവിടെ കൊടുത്തത് खड़ी होने नेक्स्ट ആണ് खड़ी होने की बात को इतना बड़ा चढ़ाकर कहने का आशय ये जताना था कि അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ വാച്ച് മോഷണം പോയി ഓക്കെ അത് അദ്ദേഹം എന്താണ് വളരെ വലുതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഒരു ചായ സൽക്കാരത്തിന് വൈസ്രോയി വിളിച്ചു പക്ഷേ അദ്ദേഹം എന്താണ് വാച്ചിനെ കുറിച്ചാണ് അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിന് വലിയ റീസൺ कि जिस ब्रिटिश राज्य का दुनिया के सामने तुम इतना ढोल पीटते हो और गुण गाते हो उसमें मेरी हड़ी तक सुरक्षित नहीं है ബ്രിട്ടീഷുകാരെന്താണ് അവരുടെ ഭരണമാണ് ഏറ്റവും വലുതെന്നൊക്കെ പറഞ്ഞാണ് ലോകത്തിന് മുന്നിൽ തന്നെ പറയുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഗാന്ധിജിയുടെ വാച്ച് മോഷണം പോകും അതായത് ഗാന്ധിജിയുടെ ഒരു ചെറിയ വാച്ച് പോലും അവരുടെ ആ ഒരു ഭരണത്തിന് കീഴിൽ സുരക്ഷിതമല്ലെങ്കിൽ പിന്നെ എന്താണ് അതിൽ അർത്ഥം അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് അദ്ദേഹം അതിനെ ഇവിടെ പറയുന്നത് നെക്സ്റ്റിലേക്ക് നമുക്ക് പോകാം ഓർ ഇസ്കാ അസർ ക്യാ ഹുവ അപ്പോൾ ഇനിയാണ് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ എഫക്റ്റ് അതായത് ഈ ഇൻസിഡൻറ്റിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് ഉണ്ടായത് അഗലെ दिन के समाचार पत्रों में इस बारे में कोई समाचार नहीं था कि गांधी और वाइसरॉय में क्या बात हुई അപ്പോൾ എന്താണ് വൈസ്രോയി ഗാന്ധിജിനെ ചായ സൽക്കാരത്തിന് ക്ഷണിക്കുക അവർ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ ഹെഡ്ലൈൻ ആയിട്ടൊന്നും അവർ തമ്മിൽ എന്താണ് സംസാരം അല്ലെങ്കിൽ അവർ തമ്മിൽ ആ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് ഇല്ലായിരുന്നു लेकिन ये खबर बड़े बड़े अक्षरों में दी कि गांधी जी की प्रिय घड़ी चोरी चली गई എന്താണ് വലിയ ഹെഡ്ലൈൻ അല്ലെങ്കിൽ വലിയ വലിയ അക്ഷരങ്ങളിലുണ്ടായിരുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട വാച്ച് മോഷണം പോയി हालांकि कुछ रोज बाद चोर ने साबरमती आश्रम जाकर गांधी जी को उनकी घड़ी लौटा भी दी എന്താണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കള്ളൻ മോഷ്ടിച്ച ആൾ സബർമതി ആശ്രമത്തിലെത്തുകയും ഗാന്ധിജിക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വാച്ച് തിരിച്ചു കൊടുക്കുകയും ചെയ്തു और अपना नाश्ता यानी माल ढाल नहीं बकरी का दूध ഇനി പറയാൻ പോകുന്നത് ഗാന്ധിജിയുടെ ഫുഡിനെ കുറിച്ചാണ് അതായത് വലിയ ആഹാരമൊന്നുമല്ല ബക്കരി കാ ദൂത് ക്യോങ്കി ഭാരത് കി ഗരീബ് ജനതാക്കോ യഹി ഉപലബ്ധ അന്നത്തെ കാലത്ത് ഭാരതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായവർക്ക് വരെ കിട്ടിയിരുന്ന ഒരു ഫുഡാണത് वैसे इसका एक और अर्थ ये भी हो सकता है कि हिंदुस्तान के लोग अपनी मेहनत की खाते हैं ഇതിൻ്റെ മറ്റൊരു അർത്ഥം കൂടിയുണ്ട് അതായത് നമ്മുടെ ഭാരതത്തിലെ ആളുകൾ എന്താണ് സ്വന്തമായി അധ്വാനിച്ച് ആ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് കഴിക്കുന്നത് ജബ്കി ബ്രിട്ടൻ ജैसे സാമ്രാജ്യവാദി दूसरों की लूट पर आश करते हैं എന്താണ് ബ്രിട്ടീഷുകാരൊക്കെ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ടാണ് അവർ आडंबर ജീവിതം നയിക്കുന്നത് ഗാന്ധിജി का ये मज़ेदार किस्सा मैंने लेपियर और कोलिन की पुस्तक फ्रीडम एट मिडनाइट में पढ़ा है അതായത് ഈ ലേഖ അല്ലെങ്കിൽ സ്വയം പ്രകാശ് ഒരു ലേപ്പിയർ ഓർ കോളിൻക്ക് ഒരു പുസ്തകമുണ്ട് ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റിലാണ് ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് അദ്ദേഹം വായിച്ചത് അച്ചി കിതാബ് ഹെ കഹി മിലേ തോ സരൂർ പഠനം അപ്പോൾ അദ്ദേഹം പറയുന്നു റൈറ്റർ പറയുന്നു നല്ലൊരു പുസ്തകമാണത് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ തീർച്ചയായും വായിക്കുക രാജ്നീതി ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യനാണ് രാജ്നീതി में अक्सर कुछ बातें बगैर कहे भी कह दी जाती है इसका मतलब क्या है അപ്പോൾ നമുക്കറിയാം പൊളിറ്റിക്സിൽ കുറേ കാര്യങ്ങൾ പറയാതെ തന്നെ പറയുന്നു അല്ലെങ്കിൽ ബിഹേവിയറിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ ഗാന്ധിജിയുടെ കുറേ ബിഹേവിയറും അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റും അതിൽ അദ്ദേഹത്തിൻ്റെ ബിഹേവിയറും അതിന് പിന്നിലുള്ള റീസണും ഒക്കെയാണ് ഇതിനകത്ത് നമ്മൾ എൻറ്റയർലി ഡിസ്കസ് ചെയ്തത് പ്രത്യേകിച്ച് ലാസ്റ്റ് പോർഷൻ അതായത് ഇപ്പം എന്താണ് റൂം കൂളർ ഓഫ് ചെയ്യാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ വാച്ച് മോഷണം പോയ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ന്യൂസിൽ ഹെഡ്ലൈൻ വരുന്നത് അതായിരുന്നു അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഫുഡ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത് അതായത് പറയാതെ തന്നെ ഗാന്ധിജി കുറേ കാര്യങ്ങൾ ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ വൈസ്രോയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു ഗാന്ധിജിക്ക് ഘടി ചോരി ചലി ഗയി എന്ന പാഠത്തിൻ്റെ എക്സ്പ്ലനേഷൻ തീരുവാണ് നല്ല സിമ്പിളായിട്ട് ഒരു ലേഖാണെങ്കിൽ പോലും ഒരു ഇൻസിഡൻ്റാണ് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു അടിപൊളി പാഠമാണിത് സോ ഗൈസ് സീ യു ഇൻ ദ നെക്സ്റ്റ് തബ് തക് के लिए ओके बाय